No ancient society before the Jews had a day of rest. No ancient society before the Jews had a day of rest. ഈ ലോകത്തിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് റെസ്റ്റ്, അതായത് ഹോളിഡേ പ്രഖ്യാപിച്ചിട്ടുള്ളതായ ഒരു വേദഗ്രന്ഥം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ബൈബിളാണ്, തോറയാണ്. അപ്പോൾ തോറയിലാണ് അല്ലെങ്കിൽ ബൈബിളിലാണ് ആദ്യമായി ഒരു പണിയെടുക്കുന്നവന്, ജോലി ചെയ്യുന്നവന് ഒരു റെസ്റ്റ് കൽപ്പിച്ചിട്ടുള്ള ഒരു വേദപാഠം. ജനങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, അവർ വിശ്രമിക്കുന്നുണ്ട്, അവർക്ക് തോന്നിയ സമയത്ത് വിശ്രമിക്കും. അവർ പണിക്ക് പോകാം, പണിക്ക് പോകാതെ ഇരിക്കാം, ഒക്കെ ചെയ്യാം. അതല്ല ഇവിടെ അർത്ഥം. കൃത്യമായി ഒരു നിയമം കൊണ്ടുവന്നത്, ഒരു തൊഴിലാളിക്ക് അവൻ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 6 ദിവസം ജോലി ചെയ്യുന്നു, 7-ാം ദിവസം അവൻ വിശ്രമിക്കട്ടെ, അന്ന് അവൻ്റെ ഹോളിഡേ ആണ്, ഒഴിവ് ദിവസമാണ് എന്നാണ് ബൈബിൾ പറയുന്നത്. അതിനെന്താ കാരണം? ദ ഗോഡ് ഹു മെയ്ഡ് ദ യൂണിവേഴ്സ് ആൻഡ് റെസ്റ്റഡ് bids us to do the same, calling us a weekly restoration of prayer. The God who made the universe and rested bids us to do the same, calling us a weekly restoration of prayer. ദൈവം 6 ദിവസം കൊണ്ട് ആകാശം, ഭൂമിയും സകല ചരാചരങ്ങളെയും അതിലുള്ള സകലതയും, കാണുന്നവയും കാണപ്പെടാത്തവയുമായിട്ടുള്ള സകലതയും സൃഷ്ടിച്ചു. 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ബൈബിൾ പറയുന്ന കാര്യമാണ്. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതിനുശേഷം ദൈവം നമ്മോട് പറഞ്ഞു, നിങ്ങൾ 6 ദിവസം വേല ചെയ്യുക, 7-ാം ദിവസം നിങ്ങൾക്ക് ഷബ്ബാത്താണ്. ഷബ്ബാത്ത്, SABBATH, ഷബ്ബാത്ത് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ 7-ാം ദിവസം നിങ്ങൾക്ക് ഷബ്ബാത്താണ്, ഒഴിവ് ദിവസമാണ്. അന്ന് നിങ്ങൾ ഒരു വേലയും ചെയ്യരുത്. അപ്പോൾ ലീഷർ ഈസ് അപ്രോപ്രിയേറ്റ് ടു എ ഫ്രീ പീപ്പിൾ. അപ്പോൾ സ്വാതന്ത്ര്യമുള്ള ജനങ്ങൾക്ക് മാത്രമേ റെസ്റ്റ് എന്താണെന്നറിയുള്ളൂ, അവർക്ക് മാത്രമാണ് റെസ്റ്റ്. ഒരു അടിമയ്ക്ക് റെസ്റ്റ് ഇല്ല, അവൻ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. ലീഷർ ഈസ് അപ്രോപ്രിയേറ്റ് ടു എ ഫ്രീ പീപ്പിൾ. അപ്പോൾ സ്വതന്ത്ര ജനങ്ങൾക്ക്, ദൈവത്തിൻ്റെ സ്വതന്ത്ര ജനങ്ങൾക്ക് മാത്രമേ ഈ പറയുന്നതായ ഫ്രീഡം ഓഫ് ലീഷർ ഉള്ളൂ. The Sabbath is surely one of the simplest and sanest recommendation any God has ever made, and those who live without such septimanal punctuation are emptier and less resourceful. The Shabbat is surely one of the simplest and sanest recommendations any God has ever made. അപ്പോൾ ദൈവം ആണ് ഇങ്ങനെ തൊഴിലാളികൾക്ക് ഒരു വിശ്രമം അല്ലെങ്കിൽ ഹോളിഡേ ശുപാർശ ചെയ്തത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇത് ബൈബിളിലാണ് പറയുന്നത്, ബൈബിളിലെ കാര്യമാണ്. ദ ബൈബിൾ ഈസ് എ ബിലീവേഴ്സ് ഹിസ്റ്ററി, നോട്ട് എ ഹിസ്റ്ററി ഓഫ് ആർട്ട് ഓർ കൾച്ചർ. അപ്പോൾ വിശ്വസിക്കുന്നവർക്കുള്ളതാണ് ബൈബിൾ. ദ ബൈബിൾ ഈസ് എ ബിലീവേഴ്സ്
ഹിസ്റ്ററി. അപ്പോൾ ബൈബിൾ എന്ന് പറയുന്നത് വിശ്വാസികളുടെ ചരിത്രമാണ്, വിശ്വാസികൾക്കുള്ള ചരിത്രമാണ്. അല്ലാതെ അതൊരു ആർട്ടോ അല്ലെങ്കിൽ ഒരു സംസ്കാരമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും അതിനകത്തില്ല. അപ്പം അതുകൊണ്ട് വിശ്വസിക്കുന്നവനുള്ളതാണ് ബൈബിൾ. ആ ബൈബിൾ പറഞ്ഞുള്ള കാര്യങ്ങൾ നാം അതേപടി വിശ്വസിക്കുന്നു. അപ്പോൾ ഷബ്ബാത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അത് വേദവാക്യം ഞാൻ എടുക്കാം, വായിക്കാം. വേദവാക്യം ഞാൻ എടുക്കാം. നീ നിന്റെ വയലിൽ 6 വർഷം വിതച്ച് വിളവെടുത്തു കൊള്ളുക. 7-ാം വർഷം അത് വിതയ്ക്കാതെ വെറുതെ കിടക്കട്ടെ. നിന്റെ ജനത്തിലെ ദരിദ്രർ അതിൽ നിന്നും ഭക്ഷ്യം ശേഖരിക്കട്ടെ. പിന്നെയും അവശേഷിക്കുന്നത് വന്യമൃഗങ്ങൾ തിന്നുകൊള്ളട്ടെ. മുന്തിരിത്തോട്ടവും ഒലിവ് തോട്ടവും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം. 6 ദിവസം ജോലി ചെയ്യുക, 7-ാം ദിവസം വിശ്രമിക്കണം. നിന്റെ കാളയും കഴുതയും വിശ്രമിക്കട്ടെ. നിന്റെ ദാസിയുടെ പുത്രനും പരദേശിയും ക്ഷീണം തീർക്കട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വയ്ക്കണം. അപ്പോൾ വിശ്രമം എന്ന് പറഞ്ഞത് നിന്റെ ദാസിയും ദാസനും അവരുടെ മക്കളും നിങ്ങളുടെ മൃഗങ്ങളും, അതായത് മൃഗങ്ങളെ നാം എന്ത് ചെയ്യുന്നു? വേലയ്ക്ക് വയ്ക്കുന്നുണ്ടല്ലോ. നമുക്ക് വേണ്ടി സഹായത്തിന് വേലയ്ക്ക് വയ്ക്കുന്ന മൃഗങ്ങളെയാണല്ലോ. കൃഷി സ്ഥലത്തൊക്കെ ഈ കാളയെയും ഒക്കെ തന്നെ നാം ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞതായ മൃഗങ്ങൾക്കും അന്ന് ഒഴിവ് ദിവസമാണ്. നിൻ്റെ അടിമയ്ക്ക് ഒഴിവ് ദിവസമാണ്, കാളയ്ക്കും കഴുതയ്ക്കും എല്ലാം ഒഴിവ് ദിവസമാണ്. അന്ന് ആരും ജോലി ചെയ്യരുത്, ഒരാൾ പോലും ജോലി ചെയ്യരുത് എന്നാണ് ഷബ്ബത്ത് എന്ന് പറഞ്ഞതിൽ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഷബ്ബാത്ത് ഈ ഷബ്ബാത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ കഠിനമായ ഒരു സംഗതിയാണ്. ഷബ്ബാത്ത് ആചരിക്കുക എന്നാണ് ശബത്ത് ദിവസം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വെള്ളിയാഴ്ച വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ ഷബ്ബാത്ത് തുടങ്ങുന്നു. ശനിയാഴ്ച അത് വൈകുന്നേരം അത് അവസാനിക്കുന്നു. അപ്പോൾ വെള്ളിയാഴ്ച 6 മണി, അതായത് ബൈബിളിലെടുത്ത് നോക്കിയാൽ യഹൂദന്മാർക്ക് ഒരു ദിവസം തുടങ്ങുന്നത് സന്ധ്യ മുതൽ അടുത്ത സന്ധ്യ വരെയാണ്. അതുകൊണ്ടാണ് നാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കൂ. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെ ഓരോ സൃഷ്ടിയും കഴിഞ്ഞ് പറഞ്ഞു ഇത് 1-ാം ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ്? സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അപ്പോൾ സന്ധ്യയ്ക്കാണ് തുടങ്ങുന്നത്. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അപ്പോൾ സന്ധ്യ മുതൽ അടുത്ത സന്ധ്യ തുടങ്ങുന്നത് വരെയുള്ളതായ ദിവസം 24 hours ആണ് ഒരു ദിവസം. അപ്പോൾ അതാണ് ഈ പറഞ്ഞ ശബ്ബത്ത്. ഈ പറഞ്ഞ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് അതായത് ശബ്ബത്ത് തുടങ്ങിയാൽ വിളക്ക് പോലും കൊളുത്തരുത്. അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും സബ്ബാത്ത് കാൻഡിൽസ്, അതായത് മെഴുകുതിരി കത്തിച്ചു വെക്കും. എപ്പോഴാണ്? ഇൻ ദ ജൂയിഷ് കാലണ്ടർ ഓൾ ഡേയ്സ് ബിഗിൻ അറ്റ് നൈറ്റ് ഫോൾ ഓഫ് ദ ഈവനിങ് ബിഫോർ ദി ആക്ച്വൽ ഡേ ഇൻ ക്വസ്റ്റ്യൻ ആൻഡ് എക്സ്റ്റെൻഡ് ഫോർ 24 hours so as not to desecrate the Sabbath by miscalculating the time night actually falls. It has become customarily to light the Sabbath candle early, usually 18 minutes before sunset. അപ്പോൾ 18 മിനിറ്റ് മുമ്പ് തന്നെ സൺസെറ്റിന്, അതായത് സൂര്യൻ അസ്തമിക്കുന്നതിനും 18 മിനിറ്റ് മുമ്പ് തന്നെ കാൻഡിൽസ് കത്തിച്ച് വെച്ചുകൊള്ളണം.
അത് തുടർച്ചയായിട്ട് കത്തിക്കൊണ്ടിരിക്കണം അടുത്ത ശബത്ത് അവസാനിക്കുന്നത് വരെ. അതിടയ്ക്ക് വിളക്ക് കെട്ടുപോകരുത്, കെട്ടുപോയാൽ കത്തിക്കാനും പാടില്ല. അതാണ്. But the Sabbath ends on Saturday night approximately 20 minutes after nightfall. അപ്പോൾ സന്ധ്യ ആകുന്നതിനും ഇരുട്ട് ആകുന്നതിനും 20 minutes ബിഫോർ, അല്ല 20 minutes ആഫ്റ്റർ, 20 മിനിറ്റ് ശേഷം ആണ് ഈ പറഞ്ഞ ഷബ്ബാത്ത് അവസാനിക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം, അതായത് സന്ധ്യാസമയം തുടങ്ങുന്നതിന് 18 മിനിറ്റ് മുമ്പ് ഈ പറഞ്ഞ ഷബ്ബാത്ത് തുടങ്ങുന്നു. ശനിയാഴ്ച അത് ഇരുട്ടാകുന്നതിന് ശേഷം 20 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം മാത്രമേ ഈ പറഞ്ഞ ഷബ്ബാത്ത് അവസാനിക്കുള്ളൂ. അതുവരെ ഈ പറഞ്ഞ ലൈറ്റ് കത്തിക്കൊണ്ടേ ഇരിക്കണം. അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ജ്യൂസ് അന്ന് കുക്ക് ചെയ്യാൻ പാടില്ല. ഈ പറഞ്ഞ ദിവസം ഭക്ഷണങ്ങളൊന്നും പാകം ചെയ്യാൻ പാടില്ല. ജ്യൂസ് The Bible, Exodus 35:3, specifically prohibits the making of a fire on the Shabbat. Therefore, cooking on the Shabbat is prohibited. Because making a fire is permissible on holidays except Yom Kippur, cooking on these days is permissible as well. Nevertheless, whenever possible, holiday cooking is done in advance. അപ്പോൾ ഒഴിവ് ദിവസങ്ങൾ, അതായത് മറ്റ് ഉത്സവ ദിവസങ്ങളൊക്കെ ഈ പറയുന്ന വീട്ടിൽ അടുപ്പ് കത്തിക്കാം, ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യാം. പക്ഷേ ഷബ്ബാത്തിന് അടുപ്പ് കത്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ പാടില്ല. ബൈബിളിനകത്ത് പറയുന്നത് ഒരു യഹൂദന് അനുവദിച്ചിട്ടുള്ള ഒരു സമയമുണ്ട്. ആ സമയത്തിന് പറഞ്ഞത് ഒരു ശബത്ത് വഴി എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഇത്ര കിലോമീറ്ററിലധികമായി നടക്കരുത്. അതായത് വയലിൽ നിന്ന് വീട്ടിലേക്ക്, വീട്ടിൽ നിന്ന് വയലിലേക്ക്, അല്ലെങ്കിൽ സിനഗോഗിൽ നിന്നും വീട്ടിലേക്ക്, വീട്ടിൽ നിന്നും സിനഗോഗിലേക്കുള്ള ദൂരം എന്താണോ അതാണ് ഈ പറഞ്ഞായ ഷബ്ബാത്ത് ടൈം. ആ ടൈമിൽ മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ഷബ്ബാത്തിന് അതുപോലെ തന്നെ കാളയെയോ കഴുതികളെയോ ഒന്നും അഴിച്ചു കെട്ടാൻ പാടില്ല, അതിനെ തീറ്റിക്കാൻ പാടില്ല. ഇങ്ങനെ വളരെ ചിട്ടയാണ്. ഒരു തരത്തിലായ പണിയും എടുക്കാൻ പാടില്ല. ഇത് മാത്രമല്ല, സ്വന്തം കുട്ടിയെപ്പോലും എടുക്കുന്നതിന് ചില നിർദ്ദേശങ്ങളുണ്ട്. അതേപോലെ തന്നെ അതിനെ ഉറക്കിക്കഴിഞ്ഞാൽ അതിന് എടുക്കുന്നതിന് ചില കർമ്മങ്ങൾ, പല കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ വിസ്തരിച്ചൊന്നും ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും വളരെ കർശനമായിട്ട് ഈ ശബത്തിനെ കുറിച്ച് പറയുന്നത്, അന്ന് ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. ഇന്നിപ്പോൾ ക്യാൻഡിൽസിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ ഫയറിൻ്റെ ആവശ്യമില്ല, ഒക്കെ ഇലക്ട്രിക്കിൻ്റെ കാര്യങ്ങളാണല്ലോ, വൈദ്യുതി കാര്യങ്ങളാണല്ലോ. എന്നാൽ പോലും സ്വിച്ച് ഇടാൻ പാടില്ല. ഈ പറഞ്ഞ വെള്ളിയാഴ്ച, ഈ പറഞ്ഞ ശബത്തിന് മുമ്പ് അത് നേരത്തെ മുൻകൂട്ടി ഈ ലൈറ്റ് കത്തിച്ചിരിക്കണം, അതിനുശേഷം കത്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കെടുത്തുന്നതും ശബത്ത് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ അത് പിന്നെ കത്തിക്കാതിരിക്കുകയോ എന്ത് വേണം ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ളതായ ചിട്ടകളുള്ളതായ ഒരു വല്ലാത്ത ഒരു കെട്ടുപിടഞ്ഞ ഒരു കാര്യമാണിത്. നമ്മൾക്ക് സാധാരണക്കാർക്ക് അത് തീർച്ചയായും നമുക്കത് നിർവഹിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉള്ളതാണ് ഈ ഷബ്ബാത്ത്.
ഷബ്ബാത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇങ്ങനൊരു പുസ്തകമുണ്ട്. അതായത് ദ ജൂയിഷ് ബുക്ക് ഓഫ് വൈ. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. അതേപോലെ ജൂയിഷിൻ്റെ അവരുടെ പ്രേയേഴ്സിൽ ഷബ്ബാത്ത്, ഇത് ജൂയിഷിൻ്റെ ബുക്കാണ്. ഇംഗ്ലീഷാണെന്ന് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷും അവരുടെ ഹീബ്രു ഭാഷയാണിത്. ഇതിനകത്ത് ഷബ്ബാത്തിൻ്റെ പ്രേയേഴ്സ് കൊടുത്തിട്ടുണ്ട്, എന്താണ് ഷബ്ബാത്ത്. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്. അതുപോലെ ഇതിലും ഷബ്ബാത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം മുഴുവൻ ഇതിനു വേണ്ടി അവരുടെ പ്രാർത്ഥനയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ വളരെയധികം പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഷബ്ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം 6 ദിവസം കൊണ്ട് ഈ ലോകം മുഴുവൻ, ഈ ലോകം എന്നല്ല, നാം കാണുന്നതും കാണപ്പെടാത്തതുമായ പ്രപഞ്ചം എല്ലാം സൃഷ്ടിച്ചു. സ്വസ്ഥമായിരുന്നു. അതെങ്ങനെ സ്വസ്ഥമായിരിക്കുക? ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം ആ അമ്മയുടെ സന്തോഷം ആ കുട്ടിയെ കാണുമ്പോൾ, അതാണ് ആ കുട്ടിയുടെ കൈകാലുകളിട്ടടിക്കുന്നതും ആ കുട്ടി കരയുന്നതും അതുപോലെ തന്നെ ആ കുട്ടി വളർന്നു വരുന്തോറും ആ കുട്ടിയുടെ കളികളും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ സമയത്തുള്ളതായ ആക്ഷൻസും ഇതെല്ലാം ആ കുട്ടി ചിരിക്കുന്നതും കരയുന്നതും കുട്ടി കാണിക്കുന്ന ആംഗ്യങ്ങളും ഇതെല്ലാം കാണുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അതേപോലെയാണ് ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചു. ഇതെങ്ങനെയൊക്കെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നമ്മൾ നോക്കും. അതായത് സാധാരണ അങ്ങനെ ആണല്ലോ, നമ്മളിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സൈക്കിളാകട്ടെ എന്തെങ്കിലും ആകട്ടെ, നമ്മളെ കൈ കൊണ്ട് നാം സ്വന്തമായി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നാം എന്ത് ചെയ്യും? അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത്? അത് വളരെ നല്ലതാണോ, നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ, അതിന് വേറെ വല്ല ഇനി ക്രമീകരണം കൂടുതലായിട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നെല്ലാം നാം നോക്കാറുണ്ടല്ലോ. അതേപോലെയാണ് ദൈവം ഇതെല്ലാം കണ്ട് നല്ലതെന്ന് കണ്ട് സന്തോഷത്തോടുകൂടെ ആ റെസ്റ്റ് എടുക്കുന്ന ദിവസമാണ് ഈ പറയുന്നതായ 7th ഡേ, അതായത് ഷബ്ബാത്ത്. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.